لما الإنسان ما لم يعلم الصلاة والسلام على رسوله النبي وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد اتقوا الله عباد الله. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഒരു റമദാനിൽ കൂടി പ്രവേശിച്ച ആളുകളാണ് ഞാനും നിങ്ങളുമൊക്കെ. അല്ലാഹുവിന്റെ വിശാലമായ സ്നേഹത്തിന്റെ പേരാണ് റമദാൻ. അകന്നുപോയ അവന്റെ അടിമയെ തിരിച്ചു വിളിക്കുന്ന, പള്ളിയിലേക്കും ഖുർആനിലേക്കും എല്ലാം വീണ്ടും നമ്മൾ അടുപ്പിക്കുന്ന, മുസ്ലിമായി ജീവിച്ച മുസ്ലിമായി മരിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന വിശാലമായ സ്നേഹത്തിന്റെ പേര്. നമ്മൾ ആരാധനയിൽ അധിഷ്ഠിതമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് നമ്മെക്കാളും അല്ലാഹുവിന് താല്പര്യമുള്ള ഒന്നാണ് എന്നർത്ഥം. അതുകൊണ്ട് അല്ലാഹുവിന് നേട്ടമോ കോട്ടമോ ഒന്നുമില്ല. നാം നിർവഹിച്ചാൽ അതൊക്കെയും നമ്മൾക്ക് വേണ്ടി ഉള്ളതാണ് എന്നതാണ് ബോധ്യം. നോക്കൂ, റമദാനിൽ നോമ്പല്ലാത്ത മറ്റൊരു സ്പെഷ്യലായ ആരാധനാക്രമവും പ്രത്യേകമായിട്ടില്ല. നോമ്പായതിന്റെ പേരിൽ പ്രത്യേകമായ നമസ്കാരങ്ങളില്ല, മറ്റു പ്രത്യേകമായ ആരാധനാ രീതികളൊന്നുമില്ല. എന്തിനാണ് നോമ്പ് എന്ന് ഖുർആൻ പഠിപ്പിച്ചത്? നമ്മെ ഏറ്റവും അധികം നന്മകൾ കൊണ്ട് ജീവിതം സമ്പന്നമാക്കുന്ന, അല്ലെങ്കിൽ ഒരുപാട് നന്മ പ്രവർത്തിക്കുന്നവരാര് എന്ന നിരീക്ഷണ പരീക്ഷണങ്ങളൊന്നുമല്ല. ലഅല്ലക്കും തത്തഖൂൻ എന്നാണ് ഖുർആൻ പ്രയോഗിച്ചത്. നിങ്ങളിൽ ആരാണ് ഏറ്റവും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർ എന്നറിയാൻ വേണ്ടിയാണ്. നമ്മളൊന്ന് സൂക്ഷ്മത പാലിക്കുന്ന, ധർമ്മനിഷ്ഠയുള്ള, പടച്ചിറപ്പിനെ സൂക്ഷിക്കുന്ന മനുഷ്യരായി മാറാൻ എന്നുള്ളതാണ്. ആ തഖ്വ എന്തിനാണ് എന്ന് ഖുർആൻ പ്രയോഗിച്ച ഏറ്റവും പ്രഥമമായ പാഠം. നമ്മളെല്ലാവരും അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചും അഭ്യർത്ഥിച്ചും നമ്മൾ ആഗ്രഹിച്ചും സ്വപ്നം കണ്ടും കൊണ്ടൊക്കെ ഇരിക്കുന്നത് അല്ലാഹുവിന്റെ സ്വർഗമാണ്. ആ സ്വർഗത്തിലേക്ക് വേണ്ടി നിങ്ങൾ ധൃതിപ്പെടണമെന്ന് ഖുർആൻ പഠിപ്പിച്ചു. ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബിക്കും വജന്നത്തിൻ അർളുഹാ അർളുസ്സമാവാതു വൽ അർദ്. ആകാശഭൂമികളോളം വിശാലമായ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്കും അല്ലാഹുവിന്റെ പാപമോചനത്തിലേക്കും നിങ്ങൾ ധൃതിപ്പെടുക. അത് അല്ലാഹു ഒരുക്കി വെച്ചത് മുത്തഖീങ്ങളായ മനുഷ്യർക്കാണ്, തഖ്വയുള്ള ആളുകൾക്കാണ്. ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിൽ ആരാണ് അവർ എന്നൊരു സംശയമൊക്കെ ഉണ്ടാവും. അതിന് ഖുർആൻ തന്നെ തൊട്ടടുത്ത് മറുപടി 4 ഗുണങ്ങൾ എടുത്തു പറഞ്ഞു. ഒന്നാമത്തെ മുത്തഖീങ്ങളുടെ ഗുണം അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാ. അവർ അവരുടെ ജീവിതത്തിന്റെ സന്തോഷാവസ്ഥയിലും സന്താപാവസ്ഥയിലും ദാനധർമ്മങ്ങൾ നിർവഹിക്കുന്നവരാണ്. നമ്മുടെ കയ്യിൽ 2 ലക്ഷം ഉള്ളപ്പോൾ നമ്മൾ കൊടുക്കും, 2000 ഉള്ളൂ എങ്കിൽ അതിനൊപ്പിച്ചും കൊടുക്കുന്ന മനുഷ്യൻ. എന്താണോ കയ്യിലുള്ളത് അതിനനുസരിച്ച് കൊണ്ട് പടച്ചിറപ്പിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന ആളുകൾ. ഇനി ഒന്നുമില്ലെങ്കിൽ അയാൾ പറയും, എന്റെ അടുത്തിപ്പോ ഒന്നുമില്ല, കലിമത്തു ത്വയ്യിബ സദഖ എന്നാണല്ലോ, നല്ല വാക്ക് സ്വതക്കയാണ്. ചിലപ്പോ അയാൾ പറയും, നമ്മളങ്ങനെ പിരിവിന് പോകുമ്പോൾ ചില മനുഷ്യന്മാരെ കാണും, അവര് പറയും എന്റെ അടുത്തിപ്പോ ഒന്നുമില്ല, ഞാന് ഇന്നൊരാളെ വിളിക്കും, നിങ്ങൾ അവിടെ ഒന്ന് ചെന്ന് നോക്കൂ, ഞാൻ പറയാം. അതൊരു പ്രത്യേകമായ സ്നേഹമാണ്. അയാളുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടും നൽകണമെന്ന അതിയായ ആഗ്രഹത്തിൽ അതിനുവേണ്ട സാഹചര്യ സന്ദർഭങ്ങൾ ഒരുക്കി തരലും തഖ്വയുള്ള ഒരു മനുഷ്യന്റെ അടയാളമായിട്ട് ഖുർആൻ പഠിപ്പിച്ചു. നമ്മുടെയൊക്കെ കൂട്ടത്തിൽ നിന്ന് ദുനിയാവ് മാത്രം ലക്ഷ്യം കണ്ട് ജീവിച്ച് മരിച്ചുപോയ കുറെ ആളുകൾ ഉണ്ടാവും. അവരിവിടെ എന്താണ് ബാക്കിയാക്കിയതെന്ന് ചോദിച്ചാൽ കുറെ വലിയ വീടുകൾ ഉണ്ടാകും, വരും തലമുറകൾക്ക് വേണ്ടിയുള്ള വലിയ സമ്പത്തിന്റെ ശേഖരങ്ങൾ ഉണ്ടാകും, ചിലപ്പോ വലിയ ആഡംബര വാഹനങ്ങൾ ഉണ്ടാകും. അതൊക്കെയും അവരുടേതായ ബർസഖിലേക്ക് ഉപകാരപ്പെട്ടു എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാകും ഉത്തരം. നമ്മൾക്ക് റമദാനിൽ നമ്മുടെ കീശയിലേക്ക് കുറച്ചുകൂടെ ആയത്തിലൊന്ന് കൈകൾ ഇറക്കാൻ പറ്റണം എന്നുള്ളതാണ് എനിക്ക് പറയാൻ. അതിൽ കനമുള്ള ഒന്ന് തടയണം. ആ തടയുന്ന ഒന്ന് പള്ളികൾക്കായി, മദ്രസകൾക്കായി, യതീംഖാനകൾക്കായി, അറബി കോളേജുകൾക്കായി, ഒരുപാട് നന്മകൾക്കായി നമ്മൾക്ക് മാറ്റിവെക്കാൻ പറ്റിയാൽ നാളെ നമ്മൾ ഖബറിൽ കിടക്കുമ്പോ നമ്മെ നോക്കി പുഞ്ചിരിക്കുന്ന വലിയ വന്യമരങ്ങളായിട്ട് അതൊക്കെയും മാറിയിട്ടുണ്ടാകും. അതിന്റെ വിഷയത്തിൽ ആത്മാർത്ഥമായ ശ്രദ്ധ നമ്മൾക്ക് ഉണ്ടാകണം. പിന്നെയും ഖുർആൻ പറഞ്ഞു, അവര് കോപത്തെ അടക്കി വെക്കുന്നവരാണ്. അടക്കി വെക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖത്ത് ദേഷ്യമുണ്ട് എന്ന് ഒരാൾക്ക് ഫീൽ ചെയ്യാൻ പോലും പാടില്ലാത്ത വിധം അത്രമേൽ അവനവന്റെ ഉള്ളിലെ ദേഷ്യത്തെ ഒതുക്കി വെക്കുന്നവർ. നമ്മളെ തഖ്വ എന്ന് പറയുന്നത് പലർക്കും പല മേഖലയിലാകും ആവശ്യം. ഇപ്പൊ ഇവിടെ
ആരാധന വിഷയത്തിൽ വളരെ പങ്ക്ച്വലാകുന്ന എല്ലാ ജമാഅത്തുകൾക്കും ആദ്യമേ പള്ളിയിൽ നിന്ന് കുറെ മനുഷ്യരുണ്ടാവും. അവര് പള്ളിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ ചിലപ്പോൾ ഓക്കെയോ, പക്ഷെ അവരെ കുടുംബ ജീവിതത്തിലോ അവരെ വ്യക്തി വിശുദ്ധ ജീവിതത്തിലോ അവർക്ക് അവരുടേതായ പാളിച്ചകൾ ഉണ്ടാവും. എനിക്ക് ഏതു മേഖലയിലാണ് തഖ്വ ആവശ്യമെന്ന് എനിക്കാണ് അറിയുക. ഞാൻ ചിലപ്പോ എന്റെ കുടുംബ ജീവിതത്തിൽ തഖ്വ ആവശ്യമെങ്കിൽ ഞാൻ അവിടെയാകും തിരുത്തേണ്ടത്. ഞാൻ പരസ്യത്തിൽ മനോഹരവും രഹസ്യത്തിൽ എനിക്ക് പ്രശ്നമുണ്ടെങ്കിൽ എന്റെ രഹസ്യ ജീവിതം ഞാൻ നന്നാക്കലാകും എന്റെ തഖ്വ. എന്റെ ഉമ്മയോടും ബാപ്പയോടും എന്റെ സഹോദരങ്ങളോടും ഞാൻ പെരുമാറുന്ന പെരുമാറ്റം, ചിലപ്പോൾ അവനവന്റെ ഭാര്യമാരോട് ഏറ്റവും കോപിഷ്ടമായി പെരുമാറുന്ന ആളുകൾ ഉണ്ടാവും. എങ്കിൽ അവിടെയാണ് നമ്മൾക്ക് നമ്മുടെ തഖ്വയെ ഈ റമദാനെ കൊണ്ട് പുതുക്കി റെഡിയാക്കി മാറ്റാനുള്ള പരിശ്രമങ്ങൾ നമ്മുടെ ഭാഗത്ത് ഉണ്ടാവേണ്ടത്. ആ ദേഷ്യത്തെ ഒതുക്കി വെക്കുന്ന, നമ്മുടെ മുഖത്ത് നമ്മൾക്ക് അങ്ങനെ വികാരമുണ്ട് എന്ന് വേറെ ഒരാൾക്ക് ഫീൽ ചെയ്യാൻ പറ്റാത്ത, അങ്ങനെ വണ്ടി എടുത്ത് പോകുമ്പോ പെട്ടെന്ന് ഒരാൾ ഓവർടേക്ക് ചെയ്ത് ബ്രേക്ക് ചവിട്ടിയാൽ നമ്മൾക്ക് ആ കാദിമീനിൽ ഓയിൽ ഉണ്ടോ എന്ന് ശരിക്കും വേഗം മനസ്സിലാവും. അത് ഖുർആൻ പറഞ്ഞ മറ്റൊരു വിശേഷണമാണ്. പിന്നെയും പറഞ്ഞു അവരെ ആളുകൾക്ക് മാപ്പ് കൊടുക്കുന്ന ആളുകളാണ്. നമ്മളൊക്കെ സാമൂഹിക ജീവികളാണ്. വ്യത്യസ്തമായ ബന്ധങ്ങൾ നമ്മൾക്കിടയിലുണ്ട്. രക്തബന്ധവും ആദർശബന്ധവും സാമൂഹിക ബന്ധവും രാഷ്ട്രീയ ബന്ധവും അയൽപ്പക്ക ബന്ധവും, ഇങ്ങനെ ഒരുപാട് ബന്ധങ്ങൾ നമ്മിലുണ്ട്. ഈ ബന്ധങ്ങളിലൊക്കെ ഒരുപാട് മനുഷ്യരുണ്ട്. അവര് വ്യത്യസ്തരാണ്. അവരുടെ അഭിപ്രായങ്ങൾ വ്യത്യസ്തരാകും. അത് വൈരുദ്ധ്യമല്ല, വൈവിധ്യമാണ് എന്ന് മനസ്സിലാക്കാൻ, ആദർശപരമായിട്ടോ ആശയപരമായിട്ടോ വിയോജിപ്പുണ്ടാകുമ്പോൾ പോലും അതൊന്നും ബന്ധങ്ങളെ ബാധിക്കാതിരിക്കാനുള്ള മനോഹരമായൊരു കരുതൽ നമ്മുടെയൊക്കെ ഭാഗത്തുണ്ടാകേണ്ടതുണ്ട്. നമ്മളെ ഒരുപാട് ചരിത്രങ്ങൾ വായിക്കുന്നു, മാപ്പ് കൊടുത്ത മനുഷ്യരെ കുറിച്ച് പഠിക്കുന്നു, നമ്മൾക്ക് അത്ഭുതം തോന്നുന്നു. പക്ഷെ ഈ അത്ഭുതങ്ങളും കണ്ടു നിറയുന്ന അനുഭവങ്ങളും ഒന്നും നമ്മിലുണ്ടാകണമെന്ന് ഒരു തരി പോലും പലരും ആഗ്രഹിക്കുന്നേ ഇല്ല. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലാണ് സൗദി അറേബ്യയിലോ അബുദാബിയിലോ തോന്നുന്നു, സ്വന്തം കുട്ടിയെ വാഹനം ഓടിച്ച് മരിച്ച ആ വാഹനം ഓടിച്ച ഡ്രൈവർക്ക് മാപ്പ് കൊടുത്തൊരു മലയാളി കുടുംബത്തെ കുറിച്ച് നമ്മളെ വെറുതെ ഇങ്ങനെ ആലോചിക്കുക. അബൂബക്കർ റളിയല്ലാഹുവിന്റെ മകളായ ആയിഷ ബീവിയെ കുറിച്ച് വളരെ ദുരാരോപണം നടത്തിയ മിസ്തഹ് എന്ന സ്വഹാബിക്ക് ഇനി ഞാൻ ഒന്നും കൊടുക്കൂല എന്ന് അബൂബക്കർ തന്നെ പറയുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല വർത്തമാനം പറഞ്ഞു, വലിയഅഫു വലിയസ്ഫഹു അലാ തുഹിബ്ബൂന യഗ്ഫിറല്ലാഹു ലക്കും. നിങ്ങൾ അവർക്ക് മാപ്പ് കൊടുക്കി, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ലേ എന്നാണ്. നമ്മുടെ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. അദ്ദേഹം പിന്നെ മിസ്രിന്റെ മന്ത്രിയാകുന്ന ഒരു ഘട്ടം, അദ്ദേഹത്തിന്റെ കയ്യിൽ അധികാരങ്ങൾ കിട്ടുന്ന ഘട്ടം, അദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് തന്റെ സഹോദരങ്ങൾ കടന്നു വരുന്നു. അവരാരായിരുന്നു എന്ന് അറിയാത്തൊരു ബാലൻ പോലും ഈ കൂട്ടത്തിൽ ഉണ്ടാകണമെന്നില്ല. ഒരു ഉപ്പയിൽ നിന്ന് ഉമ്മയിൽ നിന്ന് മകനെ അകറ്റിയവരാണവർ. കൊന്നുകളയാൻ വേണ്ടി തീരുമാനിച്ചവരാണവർ. ചെന്നായെ പിടിച്ചു എന്ന് വാപ്പയോട് കള്ളം പറഞ്ഞവരാണവർ. കൊന്നുകളയാൻ വേണ്ടി പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിട്ടവരാണവർ. അവിടെ നിന്ന് അങ്ങോട്ട് യൂസുഫ് എന്ന് പറയുന്ന ഒരു ബാലൻ കയറി നീന്തിയ ഒരുപാട് കണ്ണീർ കയങ്ങളുണ്ട്. കാരാഗ്രഹ ജീവിതമുണ്ട്. ആ ജീവിതത്തിൻ്റെതായ എല്ലാ കയ്പുനീരുകളും ആ സമയം ഒരുപക്ഷെ യൂസുഫ് എന്ന് പറയുന്ന ഒരു സഹോദരന്റെ മനസ്സിലേക്ക് കടന്നു വന്നിട്ടുണ്ടാകും. അവിടെ നിന്ന് അദ്ദേഹത്തിന് എന്തും വിധിക്കാം. ആ വിധികളൊന്നും അവർ ചെയ്ത ക്രൂരതകളോട് പകരമേ അല്ല. പക്ഷെ അവരോട് അദ്ദേഹം നിങ്ങൾക്ക് മേലെ അധിക്ഷേപമില്ല, ഒരു അധിക്ഷേപം നിങ്ങളുടെ മേലില്ല. അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ എന്നാണ് ഞാൻ പറഞ്ഞത്. ഈ റമദാനിൽ പോലും തമ്മിൽ തെറ്റി അയാൾ ഇവിടെ കൈ കെട്ടി നമ്മൾ അപ്പുറത്ത് വന്ന് കൈ കെട്ടും, അയാളെ മുന്നിലൂടെ നടന്ന് നമ്മൾ തലതാഴ്ത്തി നിൽക്കും. ഇങ്ങനത്തെ സമീപനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോയാൽ ഈ റമദാൻ നമ്മൾക്ക് നഷ്ടമാകും എന്ന ബോധ്യം ഉണ്ടാകണം. പിന്നെ ഈ ഖുർആൻ തൊട്ടടുത്ത ആയത്തിൽ പറഞ്ഞു, വല്ലദീന ഇദാ ഫഅലു ഫാഹിശതൻ ഔ ളലമു അൻഫുസഹും ദക്കറുല്ലാഹ വസ്തഗ്ഫറൂ ലിദുനൂബിഹിം. അറിയാതെ എന്തെങ്കിലും പാടിച്ച ജീവിതത്തിൽ സംഭവിച്ചാൽ, സ്വന്തത്തോട് തെറ്റു ചെയ്താൽ, അവരെ തെറ്റിൽ ഉറച്ചു നിൽക്കുന്ന ആളുകളേ അല്ല, അല്ലാഹുവിനെ വേഗം ഓർത്ത് പടച്ച റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചോദിക്കുന്ന ആളുകളാണ്. ഇതാണ് മുത്തഖീങ്ങൾ ആരാണ് എന്ന് ഖുർആൻ പഠിപ്പിച്ച 4 വിശേഷണങ്ങൾ. അവർ ഏതു സമയത്തും ജീവിതത്തിൽ കണ്ടറിഞ്ഞ് സ്വതക്ക ചെയ്യുന്ന ആളുകളാണ്. ദേഷ്യം ഒതുക്കി വെക്കുന്ന ആളുകളാണ്. ആളുകൾക്ക് മാപ്പ് കൊടുക്കുന്ന മനുഷ്യരാണ്. അറിയാതെ സംഭവിച്ചു പോകുന്ന പാളിച്ചകൾക്ക് പടച്ച റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചോദിക്കുന്നവരാണ്. അല്ലാഹു അവൻ വിശാലമായി നമ്മൾ റഊഫും ബിൽ ഇബാദ്, അടിമകളായ നമ്മളോട് അങ്ങേയറ്റം ആർദ്രതയും സ്നേഹവും കാരുണ്യവും ഉള്ളവരാണ്. നമ്മളൊരു നന്മ ചെയ്യുമ്പോൾ ചുരുങ്ങിയത് നന്മക്ക് പടച്ചവൻ 10 നന്മ തരും. അതിന് 700,000 ഇരട്ടിയാക്കി അല്ലാഹു കണക്കില്ലാതെ വർദ്ധിപ്പിക്കുന്ന മാസത്തിന്റെ പേരുമാണ് റമദാൻ. പക്ഷെ നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റ് ഒന്ന് മാത്രമായിട്ടേ രേഖപ്പെടുന്നുള്ളൂ.
അത് തന്നെ അള്ളാഹു മലക്കുകളോട് പറയും, എന്റെ അടിമകളെ രേഖപ്പെടുത്താൻ വരട്ടെ, അവൻ ചിലപ്പോ തൗബ ചെയ്താലോ, അവൻ തൗബ ചെയ്യുകയാണെങ്കിൽ അത് രേഖപ്പെടുത്തണ്ട എന്ന്. അത്രമേൽ നമ്മുടെ വിഷയത്തിൽ താല്പര്യമുള്ള, നമ്മുടെ നരകത്തിലേക്ക് എത്തിപ്പെടരുത് എന്ന് അതിയായിട്ട് ആഗ്രഹിക്കുന്ന, നമ്മൾക്ക് നന്നാകാനുള്ള വീണ്ടും വീണ്ടും വീണ്ടുമുള്ള അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ വിധിച്ചിട്ടു തരുന്ന അള്ളാഹുവിന്റെ സ്നേഹം ഒന്ന് മനസ്സിലാക്കി ഇക്കാലം അത്രയുമുള്ള ജീവിതത്തിന്റെ രീതികളെയൊക്കെ പുനഃക്രമീകരിച്ച് നമ്മളിങ്ങനെ നമ്മുടെ വണ്ടി സർവീസിന് വേണ്ടി കൊടുക്കുന്നു. നമ്മൾ കുറെ കംപ്ലൈന്റുകളൊക്കെ പറഞ്ഞു കൊടുത്തു. 2 ആഴ്ച കഴിഞ്ഞ് വണ്ടി തിരിച്ചെടുക്കാൻ പോകുന്നു. ആ 2 ആഴ്ചക്കാലം നമ്മളെ വളരെ ബുദ്ധിമുട്ടിയാണ് നമ്മുടെ ജീവിതത്തിന്റെ സമയങ്ങളും സന്ദർഭങ്ങളൊക്കെ നീക്കിക്കൊണ്ടുപോയത്. 2 ആഴ്ച കഴിഞ്ഞ് വണ്ടി കിട്ടി, സർവീസ് സ്റ്റേഷനിൽ വണ്ടി എടുത്ത് ഇങ്ങനെ പോരുമ്പോ നമ്മൾക്ക് ഏതൊക്കെ കംപ്ലൈന്റുകളാണോ നമ്മൾ വണ്ടിയെ കുറിച്ച് പറഞ്ഞത്, അതൊന്നും പരിഹരിക്കപ്പെടാത്തൊരവസ്ഥയിൽ വണ്ടി നമ്മുടെ കയ്യിൽ കിട്ടിയാൽ നമ്മൾക്ക് ഉണ്ടാകുന്ന ഒരു ദേഷ്യമൊക്കെ ഉണ്ടാവും. നമ്മളിപ്പോ സർവീസ് സെന്ററിൽ പോയി 4 ചീത്തയൊക്കെ പറയും. ഞാൻ പറയുന്നത്, റമദാനിലേക്ക് പ്രവേശിച്ച നമ്മളും റമദാനിൽ പുറത്തിറങ്ങുന്ന നമ്മളും ഒരേപോലെ ആകരുത്. നമ്മൾ അജണ്ടകൾ ഉണ്ടാകണം. നമ്മുടെ കംപ്ലൈന്റുകൾ എന്താണെന്ന് നമ്മൾ വേഗം കണ്ടെത്തണം. ആ കംപ്ലൈന്റുകൾ തിരുത്തപ്പെട്ടതിന് ശേഷം മാത്രം പരിശുദ്ധമാക്കപ്പെട്ട ഒരു കൽബമായിക്കൊണ്ട് നമ്മൾക്ക് റമദാനെ യാത്രയാക്കാൻ പറ്റിയാൽ അവിടെയാണ് നമ്മൾക്ക് റമദാന്റെ ചൈതന്യം ഉൾക്കൊള്ളാൻ കഴിയുക. അതുകൊണ്ട് അള്ളാഹു എല്ലാ അവസരങ്ങളും, ഈ ലോകത്തെ ഏറ്റവും വലിയൊരു എല്ലാം ശരീരത്തെ കുറിച്ച് അറിയുന്ന ഒരു മനുഷ്യൻ നമ്മൾക്കൊരു വലിയ ഓഫർ തരും. നിങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ഹെൽത്ത് ഞാൻ റെഡിയാക്കി തരാമെന്ന് പറയുന്ന പോലെ നമ്മളെ ശ്രദ്ധിച്ച അള്ളാഹു എന്തൊക്കെയാണോ ജീവിത വിജയത്തിന് വേണ്ടത് അത് മുഴുവൻ ഞാൻ ഈ മാസം നൽകാമെന്ന് പറഞ്ഞ് നമ്മളെ ശുദ്ധീകരിക്കുന്ന ഒരു മാസത്തിൽ നമ്മൾ എത്തിപ്പെടുന്നു. ഇതിന്റെ മഹത്വം തിരിച്ചറിഞ്ഞ് കഴിവിന്റെ പരമാവധി നന്മകൾ കൊണ്ട് വ്യാപൃതമാക്കി മാറ്റാൻ നമ്മളെ കൊണ്ട് സാധ്യമാകട്ടെ. അതിനുവേണ്ടി പരിശ്രമിക്കുക, അതിനുവേണ്ടി അധ്വാനിക്കുക, അതിനുവേണ്ടി കരുതുക, അതിനുവേണ്ടി ജീവിതത്തെ ഉപയോഗപ്പെടുത്തുക. റഹ്മാനായ നാഥൻ ഈ റമദാന് കൊണ്ട് തഖ്വ കൈവരിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك. لما الانسان ما لم يعلم الصلاه والسلام على رسوله الامين وعلى اله وصحبه ومن تبعهم باحسان الى يوم الدين. اما بعد اتقوا الله عباد الله. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ഒരു റമദാനിൽ കൂടി പ്രവേശിച്ച ആളുകളാണ് ഞാനും നിങ്ങളുമൊക്കെ. അള്ളാഹുവിന്റെ വിശാലമായ സ്നേഹത്തിന്റെ പേരാണ് റമദാൻ. അകന്നുപോയ അവന്റെ അടിമയെ തിരിച്ചു വിളിക്കുന്ന, പള്ളിയിലേക്കും ഖുർആനിലേക്കും എല്ലാം വീണ്ടും നമ്മൾ അടുപ്പിക്കുന്ന, മുസ്ലിമായി ജീവിച്ച മുസ്ലിമായി മരിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന വിശാലമായ സ്നേഹത്തിന്റെ പേര്. നമ്മൾ ആരാധനയിൽ അധിഷ്ഠിതമായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് നമ്മെക്കാളും അള്ളാഹുവിന് താല്പര്യമുള്ള ഒന്നാണ് എന്നർത്ഥം. അതുകൊണ്ട് അള്ളാഹുവിന് നേട്ടമോ കോട്ടമോ ഒന്നുമില്ല. നാം നിർവഹിച്ചാൽ അതൊക്കെയും നമ്മൾക്ക് വേണ്ടി ഉള്ളതാണ് എന്നതാണ് ബോധ്യം. നോക്കൂ, റമദാനിൽ നോമ്പല്ലാത്ത മറ്റൊരു സ്പെഷ്യലായ ആരാധനാക്രമവും പ്രത്യേകമായിട്ടില്ല. നോമ്പായതിന്റെ പേരിൽ പ്രത്യേകമായ നമസ്കാരങ്ങളില്ല, മറ്റു പ്രത്യേകമായ ആരാധനാ രീതികളൊന്നുമില്ല. എന്തിനാണ് നോമ്പ് എന്ന് ഖുർആൻ പഠിപ്പിച്ചത്? നമ്മൾ ഏറ്റവും അധികം നന്മകൾ കൊണ്ട് ജീവിതം സമ്പന്നമാക്കുന്ന, അല്ലെങ്കിൽ ഒരുപാട് നന്മ പ്രവർത്തിക്കുന്നവരാര് എന്ന നിരീക്ഷണ പരീക്ഷണങ്ങളൊന്നുമല്ല. ലഅല്ലക്കും തത്തഖൂൻ എന്നാണ് ഖുർആൻ പ്രയോഗിച്ചത്. നിങ്ങളിൽ ആരാണ് ഏറ്റവും ധർമ്മനിഷ്ഠ പാലിക്കുന്നവർ എന്നറിയാൻ വേണ്ടിയാണ്. നമ്മളൊന്ന് സൂക്ഷ്മത പാലിക്കുന്ന, ധർമ്മനിഷ്ഠയുള്ള, പടച്ചിറപ്പിനെ സൂക്ഷിക്കുന്ന മനുഷ്യരായി മാറാൻ എന്നുള്ളതാണ്. ആ തഖ്വ എന്തിനാണ് എന്ന് ഖുർആൻ പ്രയോഗിച്ച ഏറ്റവും പ്രഥമമായ പാഠം. നമ്മളെല്ലാവരും അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചും അഭ്യർത്ഥിച്ചും നമ്മൾ ആഗ്രഹിച്ചും സ്വപ്നം കണ്ടും കൊണ്ടൊക്കെ ഇരിക്കുന്നത് അല്ലാഹുവിന്റെ സ്വർഗമാണ്. ആ സ്വർഗത്തിലേക്ക് വേണ്ടി നിങ്ങൾ ധൃതിപ്പെടണമെന്ന് ഖുർആൻ പഠിപ്പിച്ചു. ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബിക്കും വജന്നത്തിൻ അർളുഹാ അർളുസ്സമാവാതി വൽ അർദ്. ആകാശഭൂമികളോളം വിശാലമായ അല്ലാഹുവിന്റെ സ്വർഗത്തിലേക്കും അല്ലാഹുവിന്റെ പാപമോചനത്തിലേക്കും നിങ്ങൾ ധൃതിപ്പെടുക. ഉഇദ്ദത് ലിൽ മുത്തഖീൻ. അത് അല്ലാഹു ഒരുക്കി വെച്ചത് മുത്തഖീങ്ങളായ മനുഷ്യർക്കാണ്, തഖ്വയുള്ള ആളുകൾക്കാണ്.
ഈ ആയത്ത് പാരായണം ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഉള്ളിൽ ആരാണ് അവർ എന്നൊരു സംശയമൊക്കെ ഉണ്ടാവും. അതിന് ഖുർആൻ തന്നെ തൊട്ടടുത്ത് മറുപടി 4 ഗുണങ്ങൾ എടുത്തു പറഞ്ഞു. ഒന്നാമത്തെ മുത്തഖീങ്ങളുടെ ഗുണം അല്ലദീന യുൻഫിഖൂന ഫിസ്സറാഇ വദ്ദറാ, അവർ അവരുടെ ജീവിതത്തിന്റെ സന്തോഷാവസ്ഥയിലും സന്താപാവസ്ഥയിലും ദാനധർമ്മങ്ങൾ നിർവഹിക്കുന്നവരാണ്. നമ്മുടെ കയ്യിൽ 2 ലക്ഷം ഉള്ളപ്പോൾ നമ്മൾ കൊടുക്കും, 2000 ഉള്ളൂ എങ്കിൽ അതിനൊപ്പിച്ചും കൊടുക്കുന്ന മനുഷ്യൻ. എന്താണോ കയ്യിലുള്ളത് അതിനനുസരിച്ച് കൊണ്ട് പടച്ചറപ്പിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന ആളുകൾ. ഇനി ഒന്നുമില്ലെങ്കിൽ അയാൾ പറയും എന്റെ അടുത്തിപ്പോ ഒന്നുമില്ല, കലിമത്തു ത്വയ്യിബ സദഖ എന്നാണല്ലോ, നല്ല വാക്ക് സ്വതക്കയാണ്. ചിലപ്പോ അയാൾ പറയും, നമ്മളങ്ങനെ പിരിവിനോമ്പ് ചില മനുഷ്യന്മാരെ കാണും, അവര് പറയും എന്റെ അടുത്തിപ്പോ ഒന്നുമില്ല, ഞാന് ഇന്നൊരാളെ വിളിക്കുന്ന അവിടെ ഒന്ന് ചെന്ന് നോക്കൂ, ഞാൻ പറയാം. അതൊരു പ്രത്യേകമായ സ്നേഹമാണ്. അയാളുടെ കയ്യിലില്ലാത്തത് കൊണ്ടും നൽകണമെന്ന അതിയായ ആഗ്രഹത്തിൽ അതിനുവേണ്ട സാഹചര്യ സന്ദർഭങ്ങൾ ഒരുക്കി തരലും തഖ്വയുള്ള ഒരു മനുഷ്യന്റെ അടയാളമായിട്ട് ഖുർആൻ പഠിപ്പിച്ചു. നമ്മുടെയൊക്കെ കൂട്ടത്തിൽ നിന്ന് ദുനിയാവ് മാത്രം ലക്ഷ്യം കണ്ട് ജീവിച്ച് മരിച്ചു പോയ കുറെ ആളുകൾ ഉണ്ടാവും. അവരിവിടെ എന്താണ് ബാക്കിയാക്കിയതെന്ന് ചോദിച്ചാൽ കുറെ വലിയ വീടുകൾ ഉണ്ടാകും, വരും തലമുറകൾക്ക് വേണ്ടിയുള്ള വലിയ സമ്പത്തിന്റെ ശേഖരങ്ങൾ ഉണ്ടാകും, ചിലപ്പോ വലിയ ആഡംബര വാഹനങ്ങൾ ഉണ്ടാകും. അതൊക്കെയും അവരുടേതായ ബർസഖിലേക്ക് ഉപകാരപ്പെട്ടു പോയെന്ന് ചോദിച്ചാൽ ഇല്ല എന്നാകും ഉത്തരം. നമ്മൾക്ക് റമദാനിൽ നമ്മുടെ കീശയിലേക്ക് കുറച്ചുകൂടെ ആയത്തിലൊന്ന് കൈകൾ ഇറക്കാൻ പറ്റണം എന്നുള്ളതാണ് എനിക്ക് പറയാൻ. അതിൽ കനമുള്ള ഒന്ന് തടയണം. ആ തടയുന്ന ഒന്ന് പള്ളികൾക്കായി, മദ്രസകൾക്കായി, യതീംഖാനകൾക്കായി, അറബി കോളേജുകൾക്കായി, ഒരുപാട് നന്മകൾക്കായി നമ്മൾക്ക് മാറ്റിവെക്കാൻ പറ്റിയാൽ നാളെ നമ്മൾ ഖബറിൽ കിടക്കുമ്പോ നമ്മെ നോക്കി പുഞ്ചിരിക്കുന്ന വലിയ വന്യമരങ്ങളായിട്ട് അതൊക്കെയും മാറിയിട്ടുണ്ടാകും. അതിന്റെ വിഷയത്തിൽ ആത്മാർത്ഥമായ ശ്രദ്ധ നമ്മൾക്ക് ഉണ്ടാകണം. പിന്നെയും ഖുർആൻ പറഞ്ഞു, അവര് കോപത്തെ അടക്കി വെക്കുന്നവരാണ്. അടക്കി വെക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മുഖത്ത് ദേഷ്യമുണ്ട് എന്ന് ഒരാൾക്ക് ഫീല് ചെയ്യാൻ പോലും പാടില്ലാത്ത വിധം അത്രമേൽ അവനവന്റെ ഉള്ളിലെ ദേഷ്യത്തെ ഒതുക്കി വെക്കുന്നവർ. നമ്മളെ തഖ്വ എന്ന് പറയുന്നത് പലർക്കും പല മേഖലയിലാകും ആവശ്യം. ഇപ്പൊ ഇവിടെ ആരാധന വിഷയത്തിൽ വളരെ പക്വലാകുന്ന എല്ലാ ജമാഅത്തുകൾക്കും ആദ്യമേ പള്ളിയിൽ നിന്ന് കുറെ മനുഷ്യരുണ്ടാവും. അവര് പള്ളിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലൊക്കെ ചിലപ്പോ ഓക്കെയോ, പക്ഷെ അവരെ കുടുംബ ജീവിതത്തിലോ അവരെ വ്യക്തി വിശുദ്ധ ജീവിതത്തിലോ അവർക്ക് അവരുടേതായ പാളിച്ചകൾ ഉണ്ടാവും. എനിക്ക് ഏത് മേഖലയിലാണ് തഖ്വ ആവശ്യമെന്ന് എനിക്കാണ് അറിയുക. ഞാൻ ചിലപ്പോ എന്റെ കുടുംബ ജീവിതത്തിലേക്ക് തഖ്വ ആവശ്യമെങ്കിൽ ഞാൻ അവിടെയാകും തിരുത്തേണ്ടത്. ഞാൻ പരസ്യത്തിൽ മനോഹരവും രഹസ്യത്തിൽ എനിക്ക് പ്രശ്നമുണ്ടെങ്കിൽ എന്റെ രഹസ്യ ജീവിതം ഞാൻ നന്നാക്കലാകും എന്റെ തഖ്വ. എന്റെ ഉമ്മയോടും ബാപ്പയോടും എന്റെ സഹോദരങ്ങളോടും ഞാൻ പെരുമാറുന്ന പെരുമാറ്റം, ചിലപ്പോൾ അവനവന്റെ ഭാര്യമാരോട് ഏറ്റവും കോപിഷ്ടമായി പെരുമാറുന്ന ആളുകൾ ഉണ്ടാവും. എങ്കിൽ അവിടെയാണ് നമ്മൾക്ക് നമ്മുടെ തഖ്വയെ ഈ റമദാനെ കൊണ്ട് പുതുക്കി റെഡിയാക്കി മാറ്റാനുള്ള പരിശ്രമങ്ങൾ നമ്മുടെ ഭാഗത്ത് ഉണ്ടാവേണ്ടത്. ആ ദേഷ്യത്തെ ഒതുക്കി വെക്കുന്ന, നമ്മുടെ മുഖത്ത് നമ്മൾക്ക് അങ്ങനെ വികാരമുണ്ട് എന്ന് വേറെ ഒരാൾക്ക് ഫീൽ ചെയ്യാൻ പറ്റാത്ത, അങ്ങനെ വണ്ടി എടുത്ത് പോകുമ്പോ പെട്ടെന്ന് ഒരാൾ ഓവർടേക്ക് ചെയ്ത് ബ്രേക്ക് ചവിട്ടിയാൽ നമ്മൾക്ക് ആ ആദ്യമീനിൽ ഓയിൽ ഉണ്ടോ എന്ന് ശരിക്കും വേഗം മനസ്സിലാവും. അത് ഖുർആൻ പറഞ്ഞ മറ്റൊരു വിശേഷണമാണ്. പിന്നെയും പറഞ്ഞു, അവരെ ആളുകൾക്ക് മാപ്പ് കൊടുക്കുന്ന ആളുകളാണ്. നമ്മളൊക്കെ സാമൂഹിക ജീവികളാണ്. വ്യത്യസ്തമായ ബന്ധങ്ങൾ നമ്മൾക്കിടയിലുണ്ട്. രക്തബന്ധവും ആദർശബന്ധവും സാമൂഹിക ബന്ധവും രാഷ്ട്രീയ ബന്ധവും അയൽപ്പക്ക ബന്ധവും, ഇങ്ങനെ ഒരുപാട് ബന്ധങ്ങൾ നമ്മിലുണ്ട്. ഈ ബന്ധങ്ങളിലൊക്കെ ഒരുപാട് മനുഷ്യരുണ്ട്. അവര് വ്യത്യസ്തരാണ്, അവരുടെ അഭിപ്രായങ്ങൾ വ്യത്യസ്തരാകും. അത് വൈരുദ്ധ്യമല്ല, വൈവിധ്യമാണ് എന്ന് മനസ്സിലാക്കാൻ ആദർശപരമായിട്ടോ ആശയപരമായിട്ടോ വിയോജിപ്പുണ്ടാകുമ്പോൾ പോലും അതൊന്നും ബന്ധങ്ങളെ ബാധിക്കാതിരിക്കാനുള്ള മനോഹരമായൊരു കരുതൽ നമ്മുടെയൊക്കെ ഭാഗത്തുണ്ടാകേണ്ടതുണ്ട്. നമ്മളെ ഒരുപാട് ചരിത്രങ്ങൾ വായിക്കുന്നു, മാപ്പ് കൊടുത്ത മനുഷ്യരെ കുറിച്ച് പഠിക്കുന്നു, നമ്മൾക്ക് അത്ഭുതം തോന്നുന്നു. പക്ഷെ ഈ അത്ഭുതങ്ങളും കണ്ടു നിറയുന്ന അനുഭവങ്ങളും ഒന്നും നമ്മിലുണ്ടാകണമെന്ന് ഒരു തരി പോലും പലരും ആഗ്രഹിക്കുന്നേ ഇല്ല. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലാണ് സൗദി അറേബ്യയിലോ അബുദാബിയിലോ തോന്നുന്നു, സ്വന്തം കുട്ടിയെ വാഹനം ഓടിച്ച് മരിച്ച ആ വാഹനം ഓടിച്ച ഡ്രൈവർക്ക് മാപ്പ് കൊടുത്തൊരു മലയാളി കുടുംബത്തെ കുറിച്ച് നമ്മളെ വെറുതെ ഇങ്ങനെ ആലോചിക്കുക. അബൂബക്കർ റളിയല്ലാഹുവിന്റെ മകളായ ആയിഷ ബീവിയെ കുറിച്ച് വളരെ ദുരാരോപണം നടത്തിയ മിസ്തഹ് എന്ന സ്വഹാബിക്ക് ഇനി ഞാൻ ഒന്നും കൊടുക്കൂല എന്ന് അബൂബക്കർ പറയുമ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല വർത്തമാനം പറഞ്ഞ വലിയ അഫു വലിയ സ്വഹു അലാ തുഹിബ്ബൂന യഗ്ഫിറല്ലാഹു ലക്കും, നിങ്ങൾ അവർക്ക് മാപ്പ് കൊടുക്കി, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നില്ലേ എന്നാണ്. നമ്മുടെ യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. അദ്ദേഹം മിസ്രിന്റെ മന്ത്രിയാകുന്ന ഒരു ഘട്ടം,
അദ്ദേഹത്തിന്റെ കയ്യിൽ അധികാരങ്ങൾ കിട്ടുന്ന ഘട്ടം അദ്ദേഹത്തിന്റെ മുമ്പിലേക്ക് തന്റെ സഹോദരങ്ങൾ കടന്നു വരുന്നു. അവരാരായിരുന്നു എന്ന് അറിയാത്തൊരു ബാലൻ പോലും ഈ കൂട്ടത്തിൽ ഉണ്ടാകണമെന്നില്ല. ഒരു ഉപ്പയിൽ നിന്ന് ഉമ്മയിൽ നിന്ന് മകനെ അകറ്റിയവരാണ് അവർ. കൊന്നുകളയാൻ വേണ്ടി തീരുമാനിച്ചവരാണവർ. ചെന്നായെ പിടിച്ചു എന്ന് വാപ്പയോട് കള്ളം പറഞ്ഞവരാണവർ. കൊന്നുകളയാൻ വേണ്ടി പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിട്ടവരാണവർ. അവിടെ നിന്ന് അങ്ങോട്ട് യൂസുഫ് എന്ന് പറയുന്ന ഒരു ബാലൻ കയറി നീന്തിയ ഒരുപാട് കണ്ണീർ കയങ്ങളുണ്ട്. കാരാഗ്രഹ ജീവിതമുണ്ട്. ആ ജീവിതത്തിൻ്റെതായ എല്ലാ കയ്പുനീരുകളും ആ സമയം ഒരുപക്ഷെ യൂസുഫ് എന്ന് പറയുന്ന ഒരു സഹോദരന്റെ മനസ്സിലേക്ക് കടന്നു വന്നിട്ടുണ്ടാകും. അവിടെ നിന്ന് അദ്ദേഹത്തിന് എന്തും വിധിക്കാം. ആ വിധികളൊന്നും അവർ ചെയ്ത ക്രൂരതകളോട് പകരമേ അല്ല. പക്ഷെ അവരോട് അദ്ദേഹം നിങ്ങൾക്ക് മേൽ അധിക്ഷേപമില്ല, ഒരു അധിക്ഷേപം നിങ്ങളുടെ മേലില്ല. അള്ളാഹു നിങ്ങൾക്ക് പുറത്തു തരട്ടെ എന്നാണ് ഞാൻ പറഞ്ഞത്. ഈ റമദാനിൽ പോലും തമ്മിൽ തെറ്റി അയാൾ ഇവിടെ കൈ കെട്ടി നമ്മൾ അപ്പുറത്തൊന്ന് കൈ കെട്ടും. അയാളെ മുന്നിലൂടെ നടന്ന് നമ്മൾ തലതായി നിൽക്കും. ഇങ്ങനത്തെ സമീപനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോയാൽ ഈ റമദാൻ നമ്മൾക്ക് നഷ്ടമാകും എന്ന ബോധ്യം ഉണ്ടാകണം. പിന്നെ ഈ ഖുർആൻ തൊട്ടടുത്ത ആയത്തിൽ പറഞ്ഞു, വല്ലദീന ഇദാ ഫഅലു ഫാഹിശതൻ ഔ ളലമു അൻഫുസഹും ദക്കറുല്ലാഹ വസ്തഗ്ഫിറൂ ലിദുനൂബിഹിം. അറിയാതെ എന്തെങ്കിലും പാടിച്ച ജീവിതത്തിൽ സംഭവിച്ചാൽ, സ്വന്തത്തോട് തെറ്റു ചെയ്താൽ, അവരെ തെറ്റിൽ ഉറച്ചു നിൽക്കുന്ന ആളുകളേ അല്ല, അവർ അള്ളാഹുവിനെ വേഗം ഓർത്ത് പടച്ച റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചോദിക്കുന്ന ആളുകളാണ്. ഇതാണ് മുത്തഖീങ്ങൾ ആരാണ് എന്ന് ഖുർആൻ പഠിപ്പിച്ച 4 വിശേഷണങ്ങൾ. അവർ ഏതു സമയത്തും ജീവിതത്തിൽ കണ്ടറിഞ്ഞ് സ്വതക്ക ചെയ്യുന്ന ആളുകളാണ്. ദേഷ്യം ഒതുക്കി വെക്കുന്ന ആളുകളാണ്. ആളുകൾക്ക് മാപ്പ് കൊടുക്കുന്ന മനുഷ്യരാണ്. അറിയാതെ സംഭവിച്ചു പോകുന്ന പാളിച്ചകൾക്ക് പടച്ച റബ്ബിനോട് ഇസ്തിഗ്ഫാർ ചോദിക്കുന്നവരാണ്. അല്ലാഹു അവൻ വിശാലമായി അടിമകളായ നമ്മളോട് അങ്ങേയറ്റം ആർദ്രതയും സ്നേഹവും കാരുണ്യവും ഉള്ളവരാണ്. നമ്മളൊരു നന്മ ചെയ്യുമ്പോൾ ചുരുങ്ങിയത് നന്മക്ക് പടച്ചവൻ 10 നന്മ തരും. അതിന് 770,000 ഇരട്ടിയാക്കി അല്ലാഹു കണക്കില്ലാതെ വർദ്ധിപ്പിക്കുന്ന മാസത്തിന്റെ പേരുമാണ് റമദാൻ. പക്ഷെ നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോൾ ആ തെറ്റ് ഒന്ന് മാത്രമായിട്ട് രേഖപ്പെടുന്നുള്ളൂ. അത് തന്നെ അള്ളാഹു മലക്കുകളോട് പറയും, എന്റെ അടിമകളെ രേഖപ്പെടുത്താൻ വരട്ടെ. അവൻ ചിലപ്പോ തൗബ ചെയ്താലോ, അവൻ തൗബ ചെയ്യാണെങ്കിൽ അത് രേഖപ്പെടുത്തണ്ട എന്ന് അത്രമേൽ നമ്മുടെ വിഷയത്തിൽ താല്പര്യമുള്ള, നമ്മുടെ നരകത്തിലേക്ക് എത്തിപ്പെടരുത് എന്ന് അതിയായിട്ട് ആഗ്രഹിക്കുന്ന, നമ്മൾക്ക് നന്നാകാനുള്ള വീണ്ടും വീണ്ടും വീണ്ടുമുള്ള അവസരങ്ങൾ നമ്മുടെ മുമ്പിൽ വിധിച്ചിട്ടു തരുന്ന അള്ളാഹുവിന്റെ സ്നേഹം ഒന്ന് മനസ്സിലാക്കി ഇക്കാലം അത്രയുമുള്ള ജീവിതത്തിന്റെ രീതികളെയൊക്കെ പുനഃക്രമീകരിച്ച് നമ്മളിങ്ങനെ നമ്മുടെ വണ്ടി സർവീസിന് വേണ്ടി കൊടുക്കുന്നു. നമ്മൾ കുറെ കംപ്ലൈന്റുകളൊക്കെ പറഞ്ഞു കൊടുത്തു. 2 ആഴ്ച കഴിഞ്ഞ് വണ്ടി തിരിച്ചെടുക്കാൻ പോകുന്നു. ആ 2 ആഴ്ചക്കാലം നമ്മളെ വളരെ ബുദ്ധിമുട്ടിയാണ് നമ്മുടെ ജീവിതത്തിന്റെ സമയങ്ങളും സന്ദർഭങ്ങളൊക്കെ നീക്കിക്കൊണ്ടുപോയത്. 2 ആഴ്ച കഴിഞ്ഞ് വണ്ടി കിട്ടി. സർവീസ് സ്റ്റേഷനിൽ വണ്ടി എടുത്ത് ഇങ്ങനെ പോരുമ്പോ നമ്മൾക്ക് ഏതൊക്കെ കംപ്ലൈന്റുകളാണോ നമ്മൾ വണ്ടിയെ കുറിച്ച് പറഞ്ഞത്, അതൊന്നും പരിഹരിക്കപ്പെടാത്തൊരവസ്ഥയിൽ വണ്ടി നമ്മുടെ കയ്യിൽ കിട്ടിയാൽ നമ്മൾക്ക് ഉണ്ടാകുന്ന ഒരു ദേഷ്യമൊക്കെ ഉണ്ടാവും. നമ്മളിപ്പോ സർവീസ് സെന്ററിൽ പോയി 4 ചീത്തയൊക്കെ പറയും. ഞാൻ പറയുന്നത്, റമദാനിലേക്ക് പ്രവേശിച്ച നമ്മളും റമദാനിൽ പുറത്തിറങ്ങുന്ന നമ്മളും ഒരേപോലെ ആകരുത്. നമ്മൾ അജണ്ടകൾ ഉണ്ടാകണം. നമ്മുടെ കംപ്ലൈന്റുകൾ എന്താണെന്ന് നമ്മൾ വേഗം കണ്ടെത്തണം. ആ കംപ്ലൈന്റുകൾ തിരുത്തപ്പെട്ടതിന് ശേഷം മാത്രം പരിശുദ്ധമാക്കപ്പെട്ട ഒരു കൽബുമായിക്കൊണ്ട് നമ്മൾക്ക് റമദാനെ യാത്രയാക്കാൻ പറ്റിയാൽ അവിടെയാണ് നമ്മൾക്ക് റമദാന്റെ ചൈതന്യം ഉൾക്കൊള്ളാൻ കഴിയുക. അതുകൊണ്ട് അള്ളാഹു എല്ലാ അവസരങ്ങളും, ലോകത്തെ ഏറ്റവും വലിയൊരു എല്ലാം ശരീരത്തെ കുറിച്ച് അറിയുന്ന ഒരു മനുഷ്യൻ നമ്മൾക്കൊരു വലിയ ഓഫർ തരും. നിങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ഹെൽത്ത് ഞാൻ റെഡിയാക്കി തരാമെന്ന് പറയുന്ന പോലെ നമ്മളെ ശ്രദ്ധിച്ച അല്ലാഹു എന്തൊക്കെയാണോ ജീവിത വിജയത്തിന് വേണ്ടത് അത് മുഴുവൻ ഞാൻ ഈ മാസം നൽകാമെന്ന് പറഞ്ഞ് നമ്മളെ ശുദ്ധീകരിക്കുന്ന ഒരു മാസത്തിൽ നമ്മൾ എത്തിപ്പെടുന്നു. ഇതിന്റെ മഹത്വം തിരിച്ചറിഞ്ഞ് കഴിവിന്റെ പരമാവധി നന്മകൾ കൊണ്ട് വ്യാപൃതമാക്കി മാറ്റാൻ നമ്മളെ കൊണ്ട് സാധ്യമാകട്ടെ. അതിനുവേണ്ടി പരിശ്രമിക്കുക, അതിനുവേണ്ടി അധ്വാനിക്കുക, അതിനുവേണ്ടി കരുതുക, അതിനുവേണ്ടി ജീവിതത്തെ ഉപയോഗപ്പെടുത്തുക. റഹ്മാനായ നാഥൻ ഈ റമദാൻ കൊണ്ട് തഖ്വ കൈവരിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.